സുൽത്താൻ ബത്തേരി മൂലഹള്ള വനപാതയിൽ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ഡ്രൈവർ സീറ്റിലേക്ക് ആന തുമ്പിക്കൈ നീട്ടി. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ಏನು ಮಾತಾಡಬೇಡಿ, ಏನು ಗಲಾಟೆ ಮಾಡಬೇಡಿ, ಸುಮ್ಮನೆ ಕೂತ್ಕೊಳ್ಳಿ. ಏನು ಆಗಲ್ಲ, ಹೋಯ್ತು ಅದ್ರ ಪಾಡ್ಗೆ ಅದು ಹೋಯ್ತು. ಏನಾಯ್ತಲ್ಲಿ ಆ ಕಡೆ ಏನಾರ ಸ್ನಾಕ್ಸ್ ಹಾಕ್ರಿ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഡ്രൈവർ സീറ്റിലേക്ക് ആന തുമ്പിക്കൈ നീട്ടുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിലുണ്ട്. എന്താണ് സംഭവിച്ചത് സുർജിത്ത്? റീജിത്ത്, ഇത്തരം ഒരു കാഴ്ച ആദ്യമായാണ്. നേരത്തെ ഈ വയനാട് നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് പോകുന്ന വഴി വനപാതയിൽ ആനകൾ സ്ഥിരം സാന്നിധ്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച ഒരുപക്ഷെ ആദ്യമായാണ്. രണ്ട് ആനകൾ റോഡിലുണ്ടായിരുന്നു. ഈ വാഹനം ബസ് കർണാടക RTC ബസ്സാണ്. ആ ബസ് നേരെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് ഭാഗത്തേക്കാണ് പോയിരുന്നത്. ഇതിനിടയിലാണ് രണ്ട് ആനകൾ റോഡിലുണ്ടായിരുന്നു. അതിൽ ഒരാന ഈ KSRTC ബസ്സിന് അടുത്തേക്ക് പാഞ്ഞ് അടുക്കുകയും അതിനുശേഷം അത് നേരെ ഡ്രൈവർ സീറ്റിൽ വെച്ച് എന്തോ തപ്പുകയാണ്. അതായത് ഭക്ഷണ പദാർത്ഥങ്ങളാണ് തപ്പുന്നതെന്ന് തോന്നുന്നു. ഇതിനുശേഷം ആളുകൾ പുറത്തെ സാധനങ്ങൾ ഇട്ടുകൊടുത്തു. അത് കഴിച്ച ശേഷമാണ് അത് മടങ്ങിയത്. ഈ ദൃശ്യം പകർത്തിയത് സുൽത്താൻ ബത്തേരി സ്വദേശിയായിട്ടുള്ള ആഷിഖ് എന്ന ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹമാണ് ഈ ദൃശ്യം. ശരി സുർജിത്ത്, തുടരുക. ഇപ്പോൾ ആഷിഖ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആഷിഖാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആഷിഖ്, എന്താണ് സംഭവിച്ചത്? ആഷിഖ്, അത് ഞാൻ രാവിലെ ബസ്സിൽ വരികയായിരുന്നേ. അപ്പോൾ കുറെ വണ്ടികളൊക്കെ റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ ബസ്സുകാർ നോർമലായിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഈ ബസ്സും നോർമലായിട്ട് പോകുമ്പോൾ ഇത് ബസ്സിന്റെ മുമ്പിലേക്ക് വന്നിന്ന് ഡ്രൈവറെ സീറ്റിന്റെ ഉള്ളിലേക്ക് തുമ്പിക്കൈ നീട്ടായിരുന്നു. അപ്പോൾ വേറെ ഫ്രൂട്ട്സ് ഒക്കെ പുറത്തേക്ക് ഇട്ട് കൊടുത്തപ്പോഴാണ് ബസ്സിനെ ഫ്രീ ആക്കിയത്. ഈ ആശങ്കയുടെ സമയം ഏതാണ്ട് എത്ര സമയം ആശങ്കയുടെ ഒരു മുൾമുനയിൽ നിന്നു ആഷിഖ്? എന്തായാലും ഒരു 3-4 മിനിറ്റ്, 5 മിനിറ്റിനുള്ളിൽ അവിടെ നിന്നുണ്ട്. യാത്രക്കാരൊക്കെ വല്ലാതെ പേടിച്ചു കാണും അല്ലേ ആഷിഖ്? പേടിച്ചിട്ടുണ്ട്. എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഈ മേഖലയിൽ ഇങ്ങനെ വാഹനങ്ങൾക്ക് നേരെയൊക്കെ കാട്ടാനകൾ എത്തുന്നതൊക്കെ പതിവാണോ? വല്ല വിവരവും ഉണ്ടോ അത് സംബന്ധിച്ച് ആഷിഖ്? വണ്ടികൾക്ക് നേരെ സാധാരണ ഉണ്ടാകാറില്ല, സൈഡിൽ കൂടെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ആഷിഖ്, ആ റൂട്ടിലൂടെ സ്ഥിരമായി സഞ്ചരിക്കാറുള്ള ആളാണോ ആഷിഖ്? ഞാൻ ഈ റൂട്ടിൽ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നതാണ്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആഷിഖ് ബത്തേരിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. സുൽത്താൻ ബത്തേരി മൂലഹള്ള വനപാതയിലാണ് ബസ്സിന് നേരെ കാട്ടാന എത്തിയത്. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് ആന തുമ്പിക്കൈ നീട്ടുന്നതുമൊക്കെ ആ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.